വീണ്ടും ഒരു ചക്കയുടെ റെസിപ്പി ആയിട്ട് തന്നെയാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്കച്ചില്ലിയാണ്. ചക്കച്ചില്ലി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഇടിച്ചക്കയാണ്, അതായത് ചെറിയ ചക്ക. ഇനി ചക്കേനെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് അതിനെ കഷ്ണങ്ങളായിട്ട് മുറിച്ചിടുക. അതിനുശേഷം ഇതിനൊന്ന് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ട് നമുക്കിതിനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇതിനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് വലുപ്പത്തിൽ അതിനെ കട്ട് ചെയ്തെടുക്കണ്ട, പക്ഷേ ഒരുപാട് അങ്ങോട്ട് ചെറുതായും പോകരുത്. അങ്ങനത്തെ ഒരു രീതിയിൽ വേണം അത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഞാനിവിടെ ഒരു ചക്കയുടെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിനെല്ലാം ഞാൻ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ഇതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത് മൈദപ്പൊടിയും കോൺഫ്ലോറും ആണ്. മൈദപ്പൊടിയും കോൺഫ്ലോറും ഞാൻ ഒരേ അളവിലാണ് എടുത്തിട്ടുള്ളത്. അത് നിങ്ങളെടുക്കുന്ന ചക്ക എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇപ്പം നമ്മുടെ ഫ്രൈ ചെയ്യാനുള്ള സാധനം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്, വെളിച്ചെണ്ണ അല്ല. ഇനി അതൊന്ന് ചൂടായി വരട്ടെ. അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചക്ക ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഒന്നിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചക്കച്ചില്ലി റെഡി ആയിട്ടുണ്ട്. ഒരു മുരിഞ്ഞ് വരുന്നൊരു പാകത്തുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. ഞാനിവിടെ കോരി മാറ്റാണ്. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ളത് കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചക്കച്ചില്ലി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.